നമസ്കാരം, ഏവൻ വാർത്തയിലേക്ക് സ്വാഗതം. പ്രാപ്പോയിൽ പാറോത്തുനിരയിൽ 35 വർഷങ്ങൾക്ക് മുമ്പ് നാടിന്റെ സർവ്വവിധ മേഖലകളിലും നിരവധികളായ വികസന, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയും വിധം രൂപീകൃതമായ വായനശാലയുടെ നവീകരണം പൂർത്തീകരിച്ച് കെട്ടിടത്തിന്റെ പ്രവർത്തനവും പ്രയാണവും ധന്യമാക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് സംഘാടക സമിതി. ശ്രീ ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ടാണ് കെട്ടിടം പണിതുയർത്തിയത്. വായനശാലയുടെ 35-ാം വാർഷികവും ഗ്രാമോത്സവവും മെയ് 16-ന് നടക്കും. പിന്നീട് നാട്ടിൽ നിന്നും മറ്റു ദേശങ്ങളിലേക്ക് മാറിപ്പോയവരെയും ഒപ്പരം കൂടൽ വീണ്ടും നാട്ടിലേക്ക് എന്ന വ്യത്യസ്ത പരിപാടിയും പ്രോഗ്രാമുകൾക്ക് വ്യത്യസ്തത പുലർത്തും. 16-ന് 3 മണിക്ക് പയ്യന്നൂർ MLA TI മധുസൂദനൻ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. 6 മണിക്ക് നടക്കുന്ന വാർഷിക ആഘോഷ പരിപാടികൾ ശ്രീ ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PV വത്സല അധ്യക്ഷതയും വഹിക്കും. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ പുസ്തകം ഏറ്റുവാങ്ങലും നിർവഹിക്കുമെന്ന് ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായ KP ഗോപാലൻ, കൺവീനർ P പത്മനാഭൻ, K പ്രഭാകരൻ, RK പത്മനാഭൻ, PV വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വായനശാല ഗ്രന്ഥാലയം അതിൻ്റെ 35-ാം വാർഷികാഘോഷവും ഗ്രാമോത്സവവും ഈ വരുന്ന 16-ാം തീയതി വ്യാഴാഴ്ച വിപുലമായ പരിപാടികളോടെ നടത്തപ്പെടുകയാണ്. 2 പരിപാടികളാണ് അതിൻ്റെ ഭാഗമായിട്ട്. ഒന്ന്, ഒപ്പരം കൂടാൻ വീണ്ടും നാട്ടിലേക്ക് എന്നുള്ള ഒരു പരിപാടിയും അതുപോലെ തന്നെ ഈ വാർഷികാഘോഷത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ശ്രീ ജോൺ ബ്രിട്ടാസ് MP നിർവഹിക്കുന്നു. ഈ പരിപാടിയുടെ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ KP ഗോപാലൻ വിശദീകരിക്കുന്നു. പാറോത്തുനിര ഗ്രാമീണ വായനശാല ഈ കാലമത്രയും അവിടെ ഞങ്ങളെല്ലാം രൂപീകരിച്ച ഒരു ക്ലബിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ട് മുമ്പ് കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് വിവിധ ഏജൻസികളിൽ നിന്ന് കിട്ടുമെങ്കിലും സ്വന്തമായി സ്ഥലമില്ലാത്തതുകൊണ്ട് 10 സെൻറ്റ് സ്ഥലം ഞങ്ങളുടെ കയ്യിൽ കാശൊന്നും ഉണ്ടായിട്ടില്ല. ജനങ്ങളോട് കടമായി വാങ്ങിയിട്ടാണ് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന് സമീപം പുതിയ കെട്ടിടം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിലാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ് MP അതിന് 20 ലക്ഷം രൂപ അനുവദിച്ച് അവിടേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് വായനശാലയുടെ ഉദ്ഘാടനം ഇപ്പോൾ നടത്തുന്നില്ല. എന്നാൽ 3.5 പതിറ്റാണ്ടായി പാറോത്തുനിരയിൽ ഏതാണ്ട് 5000 പുസ്തക ശേഖരമുള്ള ഈ വായനശാല വർത്തമാനകാലത്തും വായനക്കാരുടെ എണ്ണം കുറയുന്നു എന്ന ഒരു ചർച്ചയെല്ലാം നടക്കുന്നുണ്ടെങ്കിലും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ഈ വായനശാല പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ പുസ്തകങ്ങളുടെ വായനയും അതുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖല മുതൽ സർവതല സ്പർശിയായ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഈ 3.5 പതിറ്റാണ്ട് കൊണ്ട് വായനശാല നേടിയെടുത്തിട്ടുണ്ട്. 1970കളുടെ തുടക്കത്തിലാണ് MSA ക്ലബ്ബ് രൂപീകരിച്ചത്. ആ ക്ലബ്ബാണ് ഈ വായനശാല രൂപീകരണത്തിൻ്റെ തുടക്കത്തിലേക്ക് കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോയിട്ടുള്ളത്. ഇന്ന് ഗ്രന്ഥശാല സംഘത്തിൻ്റെ അഫിലിയേഷനുള്ള അതിനാവശ്യമായ ഫണ്ടെല്ലാം ഗ്രന്ഥശാല സംഘം തരുന്ന വായനശാലയായി വരുന്നിട്ടുണ്ട്. നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തിരക്കിനിടയിലും സംഘാടക സമിതി രൂപീകരിച്ച് വിപുലമായ തോതിൽ ജനങ്ങളെ അണിനിരത്തി ആ നാട്ടിൽ നിന്ന് തന്നെ പരമാവധി ധനസമാഹരണം നടത്തി വാർഷികാഘോഷം വലിയ ജനകീയ ഉത്സവമാക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായി ഇതുവരെ മറ്റെവിടെയും നടത്താത്ത ഒരു പരിപാടിയാണ് ഒപ്പരം കൂടാൻ വീണ്ടും നാട്ടിലേക്ക്. ആ നാട്ടിൽ നിന്ന് വ്യത്യസ്ത കാരണത്താൽ താമസം മാറിയവരുടെ ഒരു സംഗമമാണ് ഉദ്ദേശിക്കുന്നത്. അത് 16-ന് വൈകുന്നേരം 3 മണിക്ക് ബഹുമാനപ്പെട്ട പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്യും. ഗ്രന്ഥശാല സംഘത്തിൻ്റെ താലൂക്ക് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ദാമോദരൻ മാസ്റ്റർ അതിൽ മുഖ്യ അതിഥിയാവും. വൈകുന്നേരത്തോടെയാണ് കലാപരിപാടി ആരംഭിക്കുക. ഏതാണ്ട് 1 മാസത്തിലധികമായി
അവിടെ 3 വയസ്സ് മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ളവർ കലാപരിപാടികൾ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. 100-ൽ പരം കലാകാരന്മാരും കലാകാരികളും ഈ പരിപാടിയോടനുബന്ധിച്ച് ഒരു രാവ് വെളുക്കം വരെയുള്ള കലാപരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പുറമേ നിന്നുള്ള കലാപരിപാടിയൊന്നും അവതരിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 100-ലധികം വരുന്ന കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഇതിൻ്റെ റിഹേഴ്സൽ ഇപ്പം തന്നെ നാട്ടിൽ ഒരു വലിയ ആവേശത്തിലാണ്. ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ സംഘാടക സമിതി ഇതിന് വരുന്ന ചെലവ് പാർവതീപുരം പ്രദേശത്ത് നിന്ന് മാത്രമായി സ്വരൂപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ആളുകളും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മതചിന്തക്ക് അതീതമായി എല്ലാ ആളുകളെയും ഇതിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഒരു പ്രത്യേകത. ഇതിൻ്റെ ഭാഗമായി ഒരു സപ്ലിമെൻ്റ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. വളരെ തിരക്ക് പിടിച്ച സമയമുണ്ട്, എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പഴയ നാടിൻ്റെ സ്മരണയെല്ലാം അതിൻ്റെ ഭാഗമായി ചെയ്യുന്നുണ്ട്. ഏറ്റവും മികവുറ്റ രീതിയിൽ ആ പരിപാടി ആഘോഷമാക്കുക എന്നതാണ് സംഘാടകർ ലക്ഷ്യം വെക്കുന്നത്. ജോൺ ബ്രിട്ടാസ് വൈകുന്നേരം 35ാം വാർഷികം ഉദ്ഘാടനം ചെയ്യും. ആ പരിപാടിയിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PV വത്സല അധ്യക്ഷം വഹിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങുന്ന ഒരു പരിപാടി കൂടിയുണ്ട്. ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ കലാപരിപാടികളും ഒപ്പരം കൂടാൻ നാട്ടിലേക്ക് എന്ന പരിപാടിയും ഈ പൊതു സമ്മേളനം അതെല്ലാം നാട് നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു എന്നാണ് സംഘാടകരെന്ന നിലയിൽ ഞങ്ങൾ കരുതുന്നത്. വ്യത്യസ്തമായ നിരവധി കലാപരിപാടിയുമായി നാടിന്റെ ആഘോഷമായ ഗ്രാമോത്സവം വിജയിപ്പിക്കാനുള്ള കഠിന പ്രവർത്തനത്തിലാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ. കലാമത്സരങ്ങൾ മികവുറ്റതാക്കാൻ മാസങ്ങൾക്ക് മുമ്പേ അണിയറയിൽ പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. പാറോത്തുനീരും പരിസര പ്രദേശങ്ങളും ഉത്സവ അന്തരീക്ഷത്തിലാണ്. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ്. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ. ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, NICU, PICU, ECG സൗകര്യങ്ങൾ. അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം. ചികിത്സയ്ക്ക് ഇനി ചെലവേറില്ല. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും 04985 242140. മൊബൈൽ 6238 064141.